ഒരിക്കൽ നമ്മളെ മുഴുവൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ ആ വലിയ മൾട്ടി സ്റ്റാർ സിനിമ, അതെ, ക്രിസ്ത്യൻ ബ്രദേഴ്സ്. മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് എന്നിവർ ഒരുമിച്ച് വന്ന ഈ ചിത്രം നിങ്ങൾ എപ്പോഴാണ് അവസാനം കണ്ടത്? ടി വിയിലോ അതോ OTT-യിലോ അതോ തിയേറ്ററിൽ തന്നെയാണോ? നിങ്ങൾ ആദ്യമായി ഈ സിനിമ കാണുമ്പോൾ എത്ര വയസ്സായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം ആ താരങ്ങളുടെ അന്നത്തെയും ഇന്നത്തെയും പ്രായം എത്രയാണെന്നും അവരുടെ കാര്യങ്ങൾ എന്താണെന്നും. അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഇതിലുള്ളത് ബസന്ത് രവിയാണ്. ഈ സിനിമയിൽ ക്രെയിൻ മുരുകൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബസന്തിൻ്റെ പ്രായം 41 2025 ബസന്തിൻ്റെ പ്രായം 55. അടുത്തത് കസൻ ഖാനാണ്. കസൻ ഖാൻ ഈ സിനിമയിൽ ഖാൻബായ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കസൻ ഖാൻ്റെ പ്രായം 39. 2023 51 വയസ്സിൽ കസൻ ഖാൻ അന്തരിച്ചു. അടുത്തത് ഹരിശ്രീ അശോകനാണ്. കൃഷ്ണൻകുട്ടി എന്നൊരു ബ്രോക്കർ കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ഹരിശ്രീ അശോകൻ്റെ പ്രായം 47. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 61. അടുത്തത് കവിയൂർ പൊന്നമ്മയാണ്. കവിയൂർ പൊന്നമ്മ ഈ സിനിമയിൽ നമ്മുടെ ജോസഫിൻ്റെ, അതായത് സുരേഷ് ഗോപിയുടെ അമ്മയായിട്ടായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കവിയൂർ പൊന്നമ്മയുടെ പ്രായം 66. ഇപ്പോൾ പ്രായം 80. അടുത്തത് സുരേഷ് കൃഷ്ണയാണ്. സുരേഷ് കൃഷ്ണ ഈ സിനിമയിൽ ജോർജ് കുട്ടി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുരേഷ് കൃഷ്ണയുടെ പ്രായം 41. ഇപ്പോൾ സുരേഷ് കൃഷ്ണയുടെ പ്രായം 55. അടുത്തത് ലക്ഷ്മി ഗോപാലസ്വാമിയാണ്. ജെസ്സി വർഗീസ് മാപ്പിള എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ ലക്ഷ്മി അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ലക്ഷ്മിയുടെ പ്രായം 41. ഇപ്പോൾ ലക്ഷ്മിയുടെ പ്രായം 55. അടുത്തത് ബാബു ആൻ്റണിയാണ്. ക്യാപ്റ്റൻ റഷീദ് റഹ്മാൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബാബു ആൻ്റണിയുടെ പ്രായം 46. ഇപ്പോൾ ബാബു ആൻ്റണിയുടെ പ്രായം 60. അടുത്തത് റായി ലക്ഷ്മിയാണ്. ഈ സിനിമയിൽ സോഫി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ റായി ലക്ഷ്മിയുടെ പ്രായം 22. ഇപ്പോൾ പ്രായം 36. അടുത്തത് ജഗതി ശ്രീകുമാറാണ്. തോമസ് പാലമറ്റത്ത് എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജഗതിയുടെ പ്രായം 61. ഇപ്പോൾ ജഗതിയുടെ പ്രായം 75. അടുത്തത് ശരത് കുമാറാണ്. ഈ സിനിമയിൽ ആൻഡ്രൂസ് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത് ശരത് കുമാർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ശരത് കുമാറിൻ്റെ പ്രായം 57. ഇപ്പോൾ ശരത് കുമാറിൻ്റെ പ്രായം 71. അടുത്തത് കൊല്ലം തുളസിയാണ്. ഈ സിനിമയിൽ തഹസിൽദാർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കൊല്ലം തുളസിയുടെ പ്രായം 62. ഇപ്പോൾ പ്രായം 76. നിങ്ങൾക്ക് ഈ സിനിമ ഇപ്പോഴും റിലീസ് ചെയ്ത് നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുമെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് ശ്രീകുമാറാണ്. സത്യനാഥൻ IAS എന്ന കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 64. ഇപ്പോൾ പ്രായം 78. അടുത്തത് ജഗന്നാഥൻ വർമ്മയാണ്. ജഗന്നാഥൻ വർമ്മ ഈ സിനിമയിൽ ബിഷപ്പ് അലക്സാണ്ടർ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 72. 2016 77 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്തത് സന്തോഷ് ജോഗിയാണ്. SI ജോൺസൺ എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 34. അതേ വർഷം അദ്ദേഹം അന്തരിച്ചു. അടുത്തത് കലാഭവൻ ഷാജോൺ ആണ്. SI ദാമോദരൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കലാഭവൻ ഷാജോൺ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കലാഭവൻ ഷാജോണിൻ്റെ പ്രായം 23. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 47. അടുത്തത് ശിവജി ഗുരുവായൂരാണ്. IG ചന്ദ്രദാസൻ IPS എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 64. അടുത്തത് ശോഭ മോഹനാണ്. വിജി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം 43. ഇപ്പോൾ അവരുടെ പ്രായം 57. അടുത്തത് കുഞ്ചനാണ്. അച്യുതൻ എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കുഞ്ചൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കുഞ്ചൻ്റെ പ്രായം 59. ഇപ്പോൾ കുഞ്ചൻ്റെ പ്രായം 73.
അടുത്തത് കിരൺ രാജാണ്. വില്യംസ് എന്നൊരു കഥാപാത്രമായിരുന്നു കിരൺ രാജ് ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കിരണിൻ്റെ പ്രായം 30 ഇപ്പോൾ കിരണിൻ്റെ പ്രായം 44. അടുത്തത് നിയാസ് മുസ്ലിയാരാണ്. റോക്കി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ നിയാസിൻ്റെ പ്രായം 31 ഇപ്പോൾ നിയാസിൻ്റെ പ്രായം 45. അടുത്തത് ആനന്ദാണ്. ആനന്ദ് ഈ സിനിമയിൽ രഞ്ജിത്ത് എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ പ്രായം 42 ഇപ്പോൾ പ്രായം 56. ഈ സിനിമ ഹിറ്റാണോ അതോ ഫ്ലോപ്പാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബോക്സ് ഓഫീസ് റിസൾട്ട് ഓർമ്മയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് സുബൈറാണ്. സുബൈർ ഈ സിനിമയിൽ മനോജ് തമ്പി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ പ്രായം 48 അതേ വർഷം അദ്ദേഹം അന്തരിച്ചു. അടുത്തത് സുരാജ് വെഞ്ഞാറമൂടാണ്. പപ്പു എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുരാജിൻ്റെ പ്രായം 35 ഇപ്പോൾ പ്രായം 49. അടുത്തത് സലീം കുമാറാണ്. സലീം കുമാർ ഈ സിനിമയിൽ പുരുഷോത്തമൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സലീം കുമാറിൻ്റെ പ്രായം 42 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 56. അടുത്തത് അനൂപ് ചന്ദ്രനാണ്. കുഞ്ഞച്ചൻ എന്നൊരു കഥാപാത്രമായിരുന്നു അനൂപ് ചന്ദ്രൻ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ അനൂപിൻ്റെ പ്രായം 33 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 47. അടുത്തത് ദേവനാണ്. ഈ സിനിമയിൽ സുധാകരൻ എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ദേവൻ്റെ പ്രായം 59 ഇപ്പോൾ ദേവൻ്റെ പ്രായം 73. അടുത്തത് ജയൻ ചേർത്തലയാണ്. ഈ സിനിമയിൽ രാജൻ തമ്പി എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ജയൻ്റെ പ്രായം 41 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 54. അടുത്തത് കാവ്യ മാധവനാണ്. മീനാക്ഷി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ കാവ്യ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കാവ്യയുടെ പ്രായം 27 ഇപ്പോൾ കാവ്യയുടെ പ്രായം 41. അടുത്തത് കനിഹയാണ്. കനിഹ ഈ സിനിമയിൽ സ്റ്റെല്ല വർഗീസ് മാപ്പിള എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ കനിഹയുടെ പ്രായം 29 ഇപ്പോൾ കനിഹയുടെ പ്രായം 43. അടുത്തത് വിജയരാഘവനാണ്. കുന്നേൽ കുമാരൻ തമ്പി എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ വിജയരാഘവൻ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ വിജയരാഘവൻ്റെ പ്രായം 60 ഇപ്പോൾ വിജയരാഘവൻ്റെ പ്രായം 74. അടുത്തത് ബിജു മേനോനാണ്. കമ്മീഷണർ ഹരിഹരൻ തമ്പി IPS എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ബിജു മേനോൻ്റെ പ്രായം 41 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 55. അടുത്തത് സായി കുമാറാണ്. ക്യാപ്റ്റൻ പാലമറ്റത്ത് വർഗീസ് മാപ്പിള എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സായി കുമാറിൻ്റെ പ്രായം 51 ഇപ്പോൾ സായി കുമാറിൻ്റെ പ്രായം 65. അടുത്തത് ദിലീപാണ്. ദിലീപ് ഈ സിനിമയിൽ ജോജി വർഗീസ് മാപ്പിള എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ ദിലീപിൻ്റെ പ്രായം 43 ഇപ്പോൾ ദിലീപിൻ്റെ പ്രായം 57. അടുത്തത് സുരേഷ് ഗോപിയാണ്. SP ജോസഫ് വടക്കൻ IPS എന്നൊരു കഥാപാത്രമായിരുന്നു അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ പ്രായം 52 ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രായം 66. അടുത്തത് മോഹൻലാലാണ്. ക്രിസ്റ്റി വർഗീസ് മാപ്പിള എന്നൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചിരുന്നത്. അഭിനയിക്കുമ്പോൾ മോഹൻലാലിൻ്റെ പ്രായം 51 ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 65. അപ്പോൾ മോഹൻലാലിൻ്റെ ക്രിസ്റ്റി വർഗീസിനെ ആദ്യം തിയേറ്ററിൽ കണ്ടപ്പോൾ ഉണ്ടായ ഗൂസ് ബംസ് ഇന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അന്ന് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു എന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്രിസ്ത്യൻ ബ്രദേഴ്സ് 4K റീ റിലീസ് ആയാൽ വീണ്ടും തിയേറ്ററിൽ പോയി കാണാൻ എത്ര പേര് പോകുമെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാലം കടന്നുപോയാലും ഈ സിനിമയും ആ കൂട്ടായ്മയും നമ്മളെ നന്നായിട്ട് അതിനെ ഓർമ്മിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള മൂവി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഉടനടി തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് മുമ്പായിട്ട് ടാറ്റ ബൈ ബൈ.